ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അത് എഴുതിയിട്ടുള്ളത് ഫാറ്റോ ഡിയോമാണ്. ഫാറ്റോ ഡിയോം ആഫ്രിക്കയിലെ സെനഗൽ എന്ന രാജ്യത്താണ് ജനിച്ചത്. പിന്നീട് പഠനത്തിനും നല്ല ജീവിതാവസരങ്ങൾക്കുമായി ഫ്രാൻസിലേക്ക് താമസം മാറി. ഫ്രാൻസിൽ ഇമിഗ്രൻ്റായി ജീവിക്കുമ്പോൾ സ്കിൻ കളറിൻ്റെയും നാഷണാലിറ്റിയുടെയും പേരിൽ അവർ പലതരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടു. ആ യഥാർത്ഥ ജീവിതാനുഭവങ്ങളുടെ സ്വാധീനമാണ് ഈ കഥയിൽ കാണുന്നത്. അതുകൊണ്ട് ഈ കഥയെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി എന്ന് പറയാം. ഫാറ്റോ ഡിയോം തന്നെയാണ് തൻ്റെ കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. ദ ലോ ചേഞ്ച്ഡ് വെരി ക്വയറ്റ്ലി താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. സർക്കാർ നിയമം വളരെ പെട്ടെന്ന് നിശബ്ദമായി മാറ്റി. ഇവിടെ മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ലോസും ബോർഡർ പോളിസിയുടെ പ്രതീകമാണ്. ഇഫ് യു ആർ മാരീഡ് ടു എ ഫ്രഞ്ച് സിറ്റിസൺ ഇറ്റ് വിൽ നൗ ടേക്ക് 2 years ഫോർ യു ടു ക്ലെയിം ദ ബെനിഫിറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഒരു ഫ്രഞ്ച് സിറ്റിസനെ വിവാഹം ചെയ്താലും ഇനി സിറ്റിസൺഷിപ്പ് ബെനിഫിറ്റ്സ് ലഭിക്കണമെങ്കിൽ 2 വർഷം കാത്തിരിക്കണം. ബൈ ദിസ് ഡിലേ മിസ്റ്റർ ബോർഡർ ഈസ് റിലൈയിങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമാൻ ടു ബ്രേക്ക് അപ്പ് ദ റിലേഷൻഷിപ്പ്. ഈ വൈകിപ്പിക്കൽ കാരണം പല വിവാഹബന്ധങ്ങളും തകരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ദെൻ ആസ് ദ എക്സ് വൈഫ് ഓഫ് എ ഫ്രഞ്ച് മാൻ ദ ഫോറിൻ വുമൺ ബിക്കംസ് നോ മോർ ദാൻ ആൻ എക്സ് ഒബ്ജക്റ്റ്. വിവാഹബന്ധം തകർന്നാൽ ആ ഫോറിൻ വുമൺ ഒരു ഉപേക്ഷിക്കപ്പെട്ട വസ്തുവിനെ പോലെ മാറുന്നു. ആൻഡ് ആസ് വിത്ത് എനി ഒബ്ജക്റ്റ് ഷീ ഹാസ് നോ റൈറ്റ്സ്. ഒരു വസ്തുവിന് അവകാശങ്ങളില്ലാത്തതുപോലെ അവൾക്കും അവകാശങ്ങളില്ല. നോട്ട് ഈവൻ റൈറ്റ് ടു ഏൺ ആസ് എ ഹോണസ്റ്റ് ലിവിങ്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും അവൾക്ക് ലഭിക്കില്ല. They won't give me citizenship but my Senegalese cat has his papers. എനിക്ക് സിറ്റിസൺഷിപ്പ് തരുന്നില്ല, പക്ഷേ എൻ്റെ സെനഗ്ലൈസ് പൂച്ചയ്ക്ക് പേപ്പേഴ്സ് ഉണ്ട്. ഇത് ഓതറുടെ ശക്തമായ അയണിയാണ് സൂചിപ്പിക്കുന്നത്. ആ പൂച്ച വെളുത്തതായതുകൊണ്ടാണ് അവർക്ക് പേപ്പേഴ്സൊക്കെ കിട്ടിയെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. പെർഹാപ്സ് ഇറ്റ്സ് ബിക്കോസ് ഹീസ് ഗിങ്കർ. അവൻ ഗിങ്കർ കളർ വെളുത്ത നിറമുള്ളത് കൊണ്ടാകാം. ഇവിടെ കളർ ഡിസ്ക്രിമിനേഷൻ ഓതർ പരിഹസിക്കുന്നു. ലോസ് ഓൺലി ഗ്യാദർ പ്ലേസ് വെൻ ഓർഡിനറി പീപ്പിൾ സ്റ്റാർട്ട് അപ്ലൈയിങ് ദം. സാധാരണക്കാരെ നിയമങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിൻ്റെ സ്വാധീനം ശക്തമാകുന്നത്. ടെർമൈറ്റ്സ് ക്യാൻ കോസ് ദ കൊളാപ്സ് ഓഫ് ആഫ്രിക്കൻ മഹാഗണി ട്രീ. ചെറിയ ടെർമൈറ്റ്സ് പോലും വലിയ ആഫ്രിക്കൻ മഹാഗണി ട്രീസ് തകർക്കാൻ കഴിയും. ആൻഡ് ദ സൈസ് ഓഫ് ദ ആൻതിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വർക്കർ ആൻഡ്സ്. ഒരു ആൻതിലിൻ്റെ വലുപ്പം വർക്കർ ആൻഡ്സിൻ്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ദസ് ദ സ്മോൾ എംപ്ലോയേഴ്സ് ഹൂ മേക്ക് ദ പോളിസി ഓഫ് പ്രിഫറൻസ് നാഷണൽ എഫക്റ്റീവ്. അതുപോലെ ചെറിയ തൊഴിലുടമകളാണ് പ്രിഫറൻസ് നാഷണൽ എന്ന പോളിസി യാഥാർത്ഥ്യത്തിൽ നടപ്പാക്കുന്നത്. ഐ വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ വൺ ഓഫ് ദ ഫ്രീ പേപ്പേഴ്സ്. നെറേറ്റർ ഫ്രീ പേപ്പറിൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ് നോക്കുകയായിരുന്നു. ആൻഡ് കെയിം അക്രോസ് ദിസ് ആഡ്. ലാർജ് ബേക്കറി ഇൻ ദ സിറ്റി സെൻറ്റർ ലുക്കിംഗ് ഫോർ സെയിൽസ് ഗേൾ. അപ്പോൾ നെറേറ്റർ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. സിറ്റി സെൻറ്ററിലെ ഒരു വലിയ ബേക്കറിയിൽ സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. ഡയലക്റ്റ് ഡിസൈറബിൾ. ലോക്കൽ ഡയലക്റ്റ് അറിയുന്ന ആളെ വേണമെന്ന് അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നു. പ്ലീസ് കം ടു ദ ഷോപ്പ്. താല്പര്യമുള്ളവർ ഷോപ്പിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്തിൽ നെറേറ്റർ ഫ്രാൻസിലെ സിറ്റിസൺഷിപ്പ് ലോയിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഫ്രഞ്ച് സിറ്റിസനെ വിവാഹം ചെയ്താലും ഇനി സിറ്റിസൺഷിപ്പ് ബെനിഫിറ്റ്സ് ലഭിക്കണമെങ്കിൽ 2 വർഷമെങ്കിലും കാത്തിരിക്കണം. ഈ നിയമം ഫോറിൻ വുമണിനെ ബുദ്ധിമുട്ടിലാക്കാനാണ് കൊണ്ടുവന്നതെന്ന് നെറേറ്റർ കരുതുന്നു. വിവാഹബന്ധം തകരുമ്പോൾ അവർക്ക് അവകാശങ്ങളൊന്നും ലഭിക്കില്ല. നെറേറ്റർ വളരെ പരിഹാസത്തോടെ പറയുന്നുണ്ട്, എനിക്ക് സിറ്റിസൺഷിപ്പ് തരുന്നില്ല, പക്ഷേ എൻ്റെ സെനഗ്ലൈസ് പൂച്ചയ്ക്ക് പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിലൂടെ സൊസൈറ്റിയിലെ റേസിസവും ഡിസ്ക്രിമിനേഷനും ഓതർ തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നെറേറ്റർ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ നിയമങ്ങൾ മാത്രം കൊണ്ടല്ല, സാധാരണ ആളുകളും തൊഴിലുടമകളും ചേർന്നാണ് ഇത് ശക്തമാക്കുന്നത്. ചെറിയ തൊഴിലുടമകളാണ് പ്രിഫറൻസ് നാഷണൽ എന്ന പോളിസി യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത്. ജോലി അന്വേഷിക്കുന്ന നെറേറ്റർ ന്യൂസ് പേപ്പറിൽ ഒരു ബേക്കറി അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ്. സെയിൽസ് ഗേളിന് ആവശ്യമുണ്ടെന്ന് ലോക്കൽ ഡയലക്റ്റ് അറിയണം എന്ന് പറയുന്നു. ഇതിലൂടെ ഇമിഗ്രൻസിനെ പരോക്ഷമായി ഒഴിവാക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവമാണ് ഓതർ പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടന്നാലോ. ഈ പേജിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഓതർ ബേക്കറിയിൽ സെയിൽസ് ഗേളിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അവരുടെ അഡ്രസ്സൊക്കെ എഴുതിയെടുത്തിട്ട് തൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഐ റോട്ട് ഡൗൺ ദ അഡ്രസ് ആൻഡ് ടോൾഡ് എ ഫ്രഞ്ച് ഫ്രണ്ട് അബൌട്ട് ഇറ്റ് ഓൺ ഫോൺ ദാറ്റ് ഈവനിങ്.
ആ ഒരു വൈകുന്നേരം നെറേറ്റർ ബേക്കറിയുടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ട് തൻ്റെ ഫ്രഞ്ച് സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയാണ്. ആർ യു നട്ട്സ്, ഷീ പ്രൊട്ടസ്റ്റഡ്. അപ്പോൾ ഈ ഫ്രണ്ടിനോട് ഈ ബേക്കറിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഫ്രഞ്ച് ഫ്രണ്ട് പറയാണ്, നിനക്കെന്താ ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തിൽ ഫ്രണ്ട്. യു കുഡ് ഡു ബെറ്റർ ദാൻ ദാറ്റ്. അതിലും നല്ല ജോലി നിനക്ക് കിട്ടില്ല, പിന്നെ എന്തിനാ നീ ഈ ബേക്കറിയിലെ ജോലിക്കൊക്കെ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ആര്? നമ്മുടെ ഫ്രഞ്ച് ഫ്രണ്ട്, നമ്മുടെ ഓണറിൻ്റെ ഫ്രഞ്ച് ഫ്രണ്ട് ചോദിക്കുന്നത്. ഐ ഹാവ് ദ സെയിം ക്വാളിഫിക്കേഷൻ ആസ് യു ആൻഡ് ഐ ആം ഫിനിഷിങ് മൈ ടീച്ചർ ട്രെയിനിങ്. നിനക്കുള്ള പോലെ തന്നെയുള്ള ക്വാളിഫിക്കേഷനേ എനിക്കും ഉള്ളൂ. ഞാൻ എൻ്റെ ടീച്ചർ ട്രെയിനിങ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. യു വിൽ ബി ബോർഡ് സെല്ലിങ് ബ്രെഡ് ആൻഡ് പേസ്ട്രീസ് ഓൾ ഡേ. ദിവസവും മുഴുവനും ബ്രെഡും പേസ്ട്രിയും വിറ്റ് നിനക്ക് ബോറടിക്കുമെന്ന് പറയാണ്. നീ എന്തിനാണ് ഇങ്ങനത്തെ ജോലിക്ക് പോകുന്നത്? നിനക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലേ? ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലേ? നിന്നെ പോലെ തന്നെയാണ് ഞാനും, പിന്നെ എന്തിനാണ് നീ ബേക്കറിയിലേക്കുള്ള ജോലിക്കൊക്കെ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നെറേറ്റർ പറയാണ്, ഐ വുഡ് ബി ഹാപ്പി ടു ഡു സംതിങ് എൽസ്. അതിന് മറുപടിയായിട്ട്, എനിക്ക് വേറൊരു ജോലി ചെയ്യാൻ സന്തോഷമുണ്ട്, പക്ഷേ മൈ ക്വാളിഫിക്കേഷൻ മേ ബി ഫ്രഞ്ച് സ്വീറ്റി. എൻ്റെ ക്വാളിഫിക്കേഷൻ ഫ്രഞ്ച് ആയിരിക്കാം. ബട്ട് മൈ ബ്രെയിൻ ഈസിൻറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് സച്ച്. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ ഫ്രഞ്ച് എന്ന സമൂഹം അംഗീകരിക്കുന്നില്ല. ആൻഡ് സോ ഈസ് നോട്ട് അലൗഡ് ടു ഫങ്ഷൻ. അതുകൊണ്ട് എൻ്റെ കഴിവ് ഉപയോഗിക്കാൻ അവസരം എനിക്ക് ലഭിക്കില്ല എന്ന് പറയാണ്. നമ്മുടെ ഓതർ മൈഗ്രേറ്റ് ചെയ്തിട്ട് വന്ന ആളായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫ്രാൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബേക്കറിയിലെങ്കിലും കയറാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ഫ്രണ്ട് പറയാണ്, നിനക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനത്തെ ജോലിക്ക് പോകുന്നത്? അപ്പോൾ ഓതർ പറയാണ്, ആൻഡ് ഇൻ ദ മീൻ ടൈം ഐ ഹാവ് ടു ഈറ്റ് അറ്റ്ലീസ്റ്റ് സെല്ലിങ് ബ്രെഡ്. ഐ വോണ്ട് സ്റ്റാർവ്. അതുവരെ എനിക്ക് ജീവിക്കണം, ഭക്ഷണം കഴിക്കാനും വേണം. കുറഞ്ഞത് ബ്രെഡ് വിറ്റിട്ടാണെങ്കിലും ഞാൻ പട്ടിണിയാകില്ല എന്ന് പറയാണ്. ബട്ട് ദിസ് ഈസ് റെഡിക്കുലസ്. ഫ്രണ്ട് പറയാണ്, ഇതൊട്ടും ശരിയല്ല. ഐ ആം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. ഐ വുഡ് ഹാഡ് സച്ച് കമൻറ്റ്സ് 100 times. അപ്പോൾ ഫ്രഞ്ച് ഫ്രണ്ടായിട്ടുള്ള ഓതറിൻ്റെ ഫ്രണ്ട് പറയാണ്, ഇതൊട്ടും ശരിയല്ല. നീ ഇത്രയും ക്വാളിഫിക്കേഷൻ വെച്ച് ബേക്കറി പോകേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് വേറൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ. അപ്പോൾ നെറേറ്റർ പറയാണ്, ഇത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. മൈ ഫ്രഞ്ച് ഫ്രണ്ട് ഹാവ് നോ അവയർനെസ് ഓഫ് വാട്ട് ലൈഫ് ഹിയർ വാസ് ലൈക്ക് ഫോർ മീ. ഇമിഗ്രൻ്റായി ജീവിക്കുന്ന തൻ്റെ ബുദ്ധിമുട്ടുകൾ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാണ്. ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വെൻറ്റ് ടു ദ ബേക്കറി. അപ്പോൾ ഓതർ നേരെ പിറ്റേ ദിവസം രാവിലെ ബേക്കറിയിലേക്ക് പോവുകയാണ് ജോലിക്കായിട്ട്. അപ്പാർട്ട് ഫ്രം ദ ചോക്ലേറ്റ് കേക്ക് എവറിത്തിങ് വാസ് വൈറ്റ്. ചോക്ലേറ്റ് കേക്ക് ഒഴികെ ബേക്കറിയിലെ എല്ലാതും വൈറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ വൈറ്റ് ഇങ്ങനെ ഈ ഓതർ പറയുന്നതിലൂടെ വൈറ്റ് സമൂഹത്തിൻ്റെ ഡോമിനൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ആളുകളുടെ വെള്ള നിറക്കാരുടെ ഡോമിനൻസ് ആണ്, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഡോമിനൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ദ ബോസ് വെൽക്കം ടു മീ വിത്ത് എ ജർമ്മൻ മസ്റ്റാഷ്. ജർമ്മൻ സ്റ്റൈൽ മസ്റ്റാഷ് ഉള്ള ഒരു ബേക്കറി ഓണറാണ് നെറേറ്ററിനെ സ്വീകരിച്ചത്. ആൻഡ് എൽസൈസ് ആസെൻറ്റ്. അയാൾ എൽസൈസ് പ്രദേശത്തിൻ്റെ ആസെൻ്റാണ് സംസാരിക്കുകയായിരുന്നു. ആൻഡ് എ ഹാറ്റ് ഇൻ ദ കളേഴ്സ് ഓഫ് എ ഫ്രഞ്ച് ഫ്ലാഗ്. ഫ്രഞ്ച് ഫ്ലാഗിൻ്റെ നിറമുള്ള ഒരു തൊപ്പിയും അയാൾ ധരിച്ചിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ ഓതർ ബേക്കറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു ജർമ്മൻ മുസ്റ്റാഷ് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഫ്രഞ്ചിൻ്റെ ഫ്ലാഗിൻ്റെ തൊപ്പിയായിരുന്നു തലയിൽ വെച്ചിരുന്നത്. ഫ്രം ദ വേ ഹീ സ്റ്റെയർഡ് അറ്റ് മീ ഐ ന്യൂ ഐ ഹാഡ് ഇൻ മെയ്ഡ് ഇറ്റ് ത്രൂ ദ ക്വാളിഫയിങ് റൗണ്ട്. അയാൾ തന്നെ നോക്കുന്ന രീതി കണ്ടപ്പോഴേ നെറേറ്ററിന് മനസ്സിലായി ജോലി ലഭിക്കില്ലെന്ന്. ദിസ് മാൻ ഡിഡിൻ ലൈക്ക് ചോക്ലേറ്റ് ഇൻ ദ ഫ്ലഷ്. ഈ മനുഷ്യന് ചോക്ലേറ്റ് നിറമുള്ള ആളുകളെ ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ ചോക്ലേറ്റിന് നെറേറ്റർ പറയുന്നത് കറുത്ത വർഗ്ഗക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. മെറ്റഫറാണത്. ഐ ഫോഴ്സ്ഡ് മൈസെൽഫ് ടു സ്മൈൽ. വേദന ഉണ്ടായിരുന്നെങ്കിലും ഓതർ പറയാണ്, ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ആൻഡ് സെഡ്, ഹലോ സർ, ഐ ഹാവ് കം ഫോർ ദ ജോബ് യു അഡ്വർടൈസർ. സർ, ഞാൻ നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ജോലിക്കായി വന്നതാണെന്ന് പറയാണ്. ഹീ ഷൂക്ക് ഹിസ് ഹെഡ് ആൻഡ് സെഡ്, ഹോ സ്പീക്ക് എ ലിറ്റിൽ എൽസാറ്റ് ആൻഡ് ഡു യു. അപ്പോൾ നമ്മുടെ ഓണർ അയച്ചിട്ടുള്ള ആൾ ചോദിക്കുകയാണ്, തല ഉലുക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അലസ്റ്റിയൻ ഡയലക്റ്റ് അല്പം സംസാരിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ദ ആഡ് ഹാഡ് സെഡ് ഡയലക്റ്റ് ഡിസൈറബിൾ, ബട്ട് ഐ വുഡ് കം വിത്ത്
mine rather than this. പരസ്യത്തിൽ ഡയലക്റ്റ് അറിയുന്ന ആളെ വേണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയോ എന്ന് ചോദിക്കുകയാണ് ഓണർ. പക്ഷേ നെറേറ്ററിന് അറിയുന്നതിൻ്റെ തൻ്റെ സ്വന്തം ഡയലക്റ്റാണ്, ബേക്കറി ഓണറിൻ്റെ അല്ല. Now he was asking me to connect with his clients in Alastine. കസ്റ്റമേഴ്സിനോട് അലസ്റ്റൈൻ ഭാഷയിൽ സംസാരിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. സോ ഐ ഗേവ് ഹിം റിപ്ലൈ ഹി വാസ് എക്സ്പെക്റ്റിംഗ് ആൻഡ് ഹോപ്പിംഗ് ഫോർ. അയാൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി തന്നെ നമ്മുടെ ഓതർ കൊടുത്തു. ഇല്ല സാർ, എനിക്കറിയില്ല എന്ന് പറയാണ്. അയാൾക്ക് വേണ്ടിയിരുന്നത്, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. ഐ കുഡ് സീ ദ റിഫ്യൂസൽ ഇൻ ഹിസ് മഡി കളേർഡ് ഐസ്. ബേക്കറി ഓണറിൻ്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു നെറേറ്ററിൻ്റെ നിരസനം കാണാനായത്. ആസ് ഇഫ് ടു ബോത്ത് ജസ്റ്റിഫൈ ദാറ്റ് റിഫ്യൂസൽ ആൻഡ് ഹ്യൂമിലിയേറ്റ് മീ, ഹി സെഡ്. തന്നെ നിരസിച്ചതിന് ന്യായം പറയാനും നെറേറ്ററെ അപമാനിക്കാനുമായി അയാൾ പറഞ്ഞു. വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി. അപ്പോൾ ഈ നമ്മുടെ ഓതർ പറയാണ്, നെറേറ്റർ പറയാണ്, എനിക്ക് ആ ഡയലക്റ്റ് എനിക്കറിയില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള നിങ്ങളെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനുള്ള കഴിവ് ആ ഡയലക്റ്റ് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ ആ ഓണർ വിളിച്ച് പറയാണ്, നിനക്ക് നിൻ്റെ സ്വന്തം രാജ്യത്ത് പോയി ജോലി ചെയ്തൂടെ. Internally, I let loose. You ought to be asking me why I even want you stinking job. പുറത്തൊന്നും പറയാതെ നെറേറ്റർ മനസ്സിൽ കോപത്തോടെ പറഞ്ഞു, നിന്റെ ഈ മോശം ജോലി എനിക്ക് എന്തിനു വേണമെന്ന് നീ ചോദിക്കേണ്ടതായിരുന്നു എന്ന ഉള്ളിൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് തോന്നാറില്ലേ. അവരുടെ അടുത്ത് ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നൂലേ, എനിക്കെന്തിനാ നിൻ്റെ ഈ ജോലി, എനിക്ക് നല്ല ജോലി കിട്ടുന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ ഓതർ. ഗുഡ് ബൈ സാർ. ഒന്നും പറയാതെ അത് മനസ്സിൽ മാത്രം പറഞ്ഞുകൊണ്ട് ഓതർ അയാളടുത്ത് പറഞ്ഞു, ഗുഡ് ബൈ സാർ, ഞാൻ പോവുകയാണെന്ന് പറയാണ്. You have improvised our African soil by making us grow sugarcane and peanuts for your people. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട ഷുഗർ കെയിനും പീനട്ടും വളർത്തിപ്പിച്ച് ഞങ്ങളുടെ ആഫ്രിക്കൻ ഭൂമിയെ ദരിദ്രമാക്കി. You have plundered our resource to enrich your country at our expense. ഞങ്ങളുടെ സമ്പത്തുകൾ കൊള്ളയടിച്ച് നിങ്ങളുടെ രാജ്യം സമ്പന്നമാക്കി. And to top it all off, you have used my people as a cannon fodder in your war. അതുപോരാതെ നിങ്ങൾ നിങ്ങളുടെ യുദ്ധത്തിനായിട്ട് ഞങ്ങളുടെ ജനങ്ങളെ കാനൺ ഫോൾഡറായി ഉപയോഗിച്ചു. കാനൺ ഫോൾഡർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ജീവൻ വില കുറഞ്ഞ സൈനികരെ പോലെ ഉപയോഗിക്കുന്നതാണ്. എ വാർ ഇൻ വിച്ച് യു മേഡ് ദം കിൽ ഇൻ ദ നെയിം ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാൻ നിങ്ങൾ അവരെ നിർബന്ധിച്ചു. യു റെഫ്യൂസ് ദം ഇൻ ദെയർ ഓൺ ആഫ്രിക്കൻ സോയിൽ. പക്ഷേ അതേ സ്വാതന്ത്ര്യം നിങ്ങൾ അവരുടെ സ്വന്തം ആഫ്രിക്കൻ നാട്ടിൽ അവർക്ക് നിഷേധിക്കുന്നു. സ്റ്റിൽ വിത്തൗട്ട് വർക്ക് 3 days later ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ത്രൂ ദ ഫ്രീ പേപ്പർ അഗെയിൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാണ് നമ്മുടെ ഓതർ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഷുഗർ കെയിനും ഒക്കെ വളർത്തിപ്പിച്ച് ഞങ്ങൾ ആഫ്രിക്കൻ ഭൂമിയെ ദരിദ്രമാക്കി ഞങ്ങളുടെ ആളുകളെ ഫ്രീഡം എന്ന പേര് പറഞ്ഞ് വാറിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ നിർബന്ധിപ്പിച്ചു. അങ്ങനെ താനും ആഫ്രിക്കയിൽ തൻ്റെ സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഓതർ മനസ്സിൽ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. Still without work 3 days later I started looking through the free paper again. ജോലി ലഭിക്കാതിരുന്നതിൽ 3 ദിവസത്തിന് ശേഷം നമ്മുടെ ഓതറിന് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഫ്രീ ആയി കിട്ടുന്ന ന്യൂസ് പേപ്പറിൽ പിന്നെ നോക്കുകയാണ് അഡ്വർടൈസ്മെൻറ്റ് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ എ ന്യൂ ആഡ് കോട്ട് മൈ ഐ. ഒരു പുതിയ അഡ്വർടൈസ്മെൻറ്റ് നെറേറ്റർ ശ്രദ്ധയിൽപ്പെട്ടു. ട്യൂട്ടർ റിക്വയർഡ് ഫോർ ഫ്രഞ്ച് ലെസൺസ് പഠിപ്പിക്കാനായിട്ട് ട്യൂട്ടറിന് ആവശ്യമുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. ഡിഗ്രി നിർബന്ധമാണ്. കോൾ ആഫ്റ്റർ 7 PM. വൈകുന്നേരം 7 മണിക്ക് ശേഷം വിളിക്കണമെന്ന് പരസ്യത്തിൽ പറഞ്ഞിരുന്നു. I took down the number but this time didn't mention it to my friend. നെറേറ്റർ ആ അഡ്വർടൈസ്മെൻറ്റിലുള്ള നമ്പർ എഴുതിയെടുത്തിട്ട് പക്ഷേ ഈ തവണ തൻ്റെ ഫ്രഞ്ച് ഫ്രണ്ടായിട്ടുള്ള ആളെടുത്ത് പറഞ്ഞില്ല. ഷീ വുഡ് ഹാവ് ആസ്ക്ഡ് മീ ഹൗ ഇറ്റ് ഹാഡ് ഗോൺ അറ്റ് എ ബേക്കറി. കാരണം ബേക്കറിയിലെ അനുഭവത്തെക്കുറിച്ച് സുഹൃത്ത് ചോദിക്കും. ഞാനിപ്പോൾ പുതിയൊരു ജോലിക്ക് വീണ്ടും അപ്ലൈ ചെയ്യുന്ന കാര്യം അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീണ്ടും ചോദിക്കും, എന്താ ബേക്കറിയിലെ ജോലി കിട്ടിയില്ലേന്ന് അവൾ അറിയുന്നതുകൊണ്ട് ഓതർ അവളടുത്ത് പറഞ്ഞില്ല. ആൻഡ് വുഡിൻ ഹാവ് ബിലീവ്ഡ് വാട്ട് ഐ ടോൾഡ് ഹെർ. നെറേറ്റർ പറയുന്ന ഡിസ്ക്രിമിനേഷൻ അവൾക്ക് വിശ്വസിക്കാനും കഴിയില്ല. അറ്റ് 7:10 PM ഐ റാങ്ക് ദ നമ്പർ. 7:10 നെറേറ്റർ ആ നമ്പറിലേക്ക് വിളിച്ചു. എ വുമൺ ആൻസേർഡ്. ഷീ ടോൾഡ് മീ ഷീ വാസ് എ കാഷ്യർ അറ്റ് വൺ ഓഫ് ദ ബിഗ് സ്റ്റാസ്ബർഗ് സൂപ്പർ മാർക്കറ്റ്സ്. ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്.
അവർ സ്റ്റാസ്ബർഗിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്, അതിൽ കാഷ്യറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷീ വാസ് ലുക്കിംഗ് ഫോർ സംവൺ ടു ട്യൂട്ടർ ഹെർ 11-year-old ഡോട്ടർ. ഷീ സജസ്റ്റഡ് മീറ്റിംഗ് ദ ഫോളോയിങ് ആഫ്റ്റർ ഇൻ എ സിറ്റി സെൻറ്റർ കഫേ. തൻ്റെ 11 വയസ്സുള്ള മകളെ ഫ്രഞ്ച് പഠിപ്പിക്കാനായിട്ടാണ് ട്യൂട്ടറിനെ അന്വേഷിക്കുന്നത്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് സിറ്റി സെൻറ്ററിലെ ഒരു കഫേയിൽ കാണാമെന്നാണ് ആ കാഷ്യർ പറഞ്ഞത്. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ കഫേ ഇറ്റ് വാസ് പാക്ക്ഡ്. നെരേറ്റർ കഫേയിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ആളുകളോട് നിറഞ്ഞിരുന്നു. ബട്ട് മാഡം ഹാഡ് ടോൾഡ് മീ ഷീ വുഡ് ബി വിയറിംഗ് എ വൈറ്റ് ജേഴ്സി വിത്ത് ബ്ലൂ സ്ട്രിപ്സ്. ആ സ്ത്രീ ബ്ലൂ സ്ട്രിപ്സ് ഉള്ള വൈറ്റ് ജേഴ്സി ധരിച്ചിരിക്കുമെന്നാണ് നമ്മുടെ ഓതറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഐ സ്പോട്ടഡ് ഹെർ ഇമ്മീഡിയറ്റ്ലി. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ് ആൻഡ് ഷോഡ് ഹെർ എ പാർട്ട് ഓഫ് മൈ ബ്രെയിൻ ദാറ്റ് ഹാഡ് ബീൻ ലൈയിങ് ഡോർമൻ ഇൻ എ ഫോൾഡർ. നെരേറ്റർ അവളെ ഉടനെ തിരിച്ചറിയാൻ പറ്റി. ഇങ്ങനെ ബ്ലൂ സ്ട്രിപ്സ് ഉള്ള ഒരു ജേഴ്സി ആയിരിക്കും ഇടുക എന്ന് കാഷ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെരേറ്ററിന് പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ പറ്റി. അപ്പോൾ നെരേറ്റർ സ്വയം പരിചയപ്പെടുത്തി. ഒരു ഫോൾഡറിൽ ഉപയോഗിക്കപ്പെടാതെ കിടന്നിരുന്ന തൻ്റെ കഴിവിൻ്റെ തെളിവ് നെരേറ്റർ കാണിച്ചു. ദ ഫേമസ് ഡിഗ്രി. ദെൻ ദ വെയിറ്റർ അപ്രോച്ച്ഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് ആസ്ക്ഡ്. അപ്പോൾ കാഷ്യറിൻ്റെ അടുത്ത് തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ഓതർ. കുറേ കാലങ്ങളായിട്ട് അത് ഫോൾഡറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതൊരു ഫേമസ് ഡിഗ്രി, തൻ്റെ ഡിഗ്രി ഫോർ യു മാഡം. വെയിറ്റർ നെരേറ്ററിനോട് ചോദിക്കുകയാണ്, മാഡം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഐ ഓർഡേർഡ് സം കൈൻഡ് ഓഫ് മോക്ടെയിൽ തിങ്കിങ് ദാറ്റ്സ് ഫണ്ണി വെൻ ദേ വാണ്ട് ടു സെൽ സംതിങ്. നാഷണൽ പ്രിഫറൻസ് ഈസ് നൗവർ ടു ബി സീൻ. നെരേറ്റർ ഒരു മോക്ടെയിലാണ് ഓർഡർ ചെയ്തത്. നെരേറ്റർ മനസ്സിൽ ചിന്തിക്കുകയാണ്, വിൽപ്പന നടത്തേണ്ട സമയത്ത് മാത്രം നാഷണൽ പ്രിഫറൻസ് ആരും നോക്കുന്നില്ല, അത് ബിസിനസ്സിന് വേണ്ടി എല്ലാവരെയും സ്വീകരിക്കുന്നു എന്നർത്ഥമാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിലുള്ള ആളുകൾക്ക് ആഫ്രിക്കൻസിനോട് ജോലി കൊടുക്കുമ്പോൾ മാത്രമേ ഡിസ്ക്രിമിനേഷൻ ഉള്ളൂ. അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ റെസ്റ്റോറൻ്റൊക്കെ നടത്തുമ്പോൾ അവരവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലും കഴിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവും ഫ്രണ്ട്സുകാർ കാണിക്കാറില്ല എന്നാണ് അതിൽ അർത്ഥമാക്കുന്നത്. വെയിറ്റർ ബ്രോഡ് മൈ ഗ്ലാസ്. വെയിറ്റർ ഓതറിൻ്റെ ഡ്രിങ്ക് കൊണ്ടുവന്നു. ദ വുമൺ ഓപ്പോസിറ്റ് മീ എക്സാമിൻ ദ പീസ് ഓഫ് പേപ്പർ. നമ്മുടെ കാഷ്യർ, നമുക്ക് ജോലി ഓഫർ ചെയ്ത കാഷ്യർ എതിർവശത്തിരുന്നിട്ട് നെരേറ്ററിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ശ്രദ്ധയോടെ നോക്കി. ദെൻ ഗേവ് ഇറ്റ് ബാക്ക് ടു മീ സെയിങ് ഐ വാണ്ട് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. ശേഷം അത് തിരികെ ഓതറിനെ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, എനിക്കൊരു യൂറോപ്യൻ ടൈപ്പ് ആളെയാണ് വേണ്ടത്. ലിഫ്റ്റിംഗ് ഹെർ ചിൻ ഇൻ ദ എയർ ഷീ ആഡഡ്. അഹങ്കാരത്തോടെ തല ഉയർത്തി അവൾ വീണ്ടും പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനിവൺ മെസ്സിങ് അപ്പ് മൈ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം നശിപ്പിക്കാൻ എനിക്ക് ആരെയും വേണ്ട. മാഡം ഈസ് ഫ്രഞ്ച്. ട്രൂ. ആ സ്ത്രീ ഫ്രഞ്ച് ആണെന്ന് ശരിയാണ്. ബട്ട് ഹാസൻറ്റ് ഈവൻ പാസ്ഡ് ഹെർ ഡിഗ്രി ആൻഡ് സീംസ് ടു തിങ്ക് ഷീ കുഡ് നോട്ട് ട്യൂട്ടർ ഹെർ ഡോട്ടർ ഹെർസെൽഫ്. പക്ഷേ അവളുടെ ഒരു ഫ്രഞ്ച് ലേഡിയാണ്, പക്ഷെ അവൾക്ക് സ്വന്തമായിട്ട് ഡിഗ്രി പോലും ഇല്ല. സ്വന്തം മകളെ പഠിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഷീ ഈസ് റിഫ്യൂസിങ് മീ വർക്ക് ഓൺ അക്കൗണ്ട് ഫോർ മൈ ബ്ലാക്ക് ലിപ്സ്. എൻ്റെ കറുത്ത നിറം കൊണ്ടാണ് അവർ എനിക്ക് ജോലി നിഷേധിക്കുന്നത്. വിച്ച് ക്യാൻ ഡ്രോൺ ദ നൈസിറ്റീസ് ഓഫ് ഫ്രഞ്ച് ഗ്രാമർ ബെറ്റർ ദാൻ ഹേഴ്സ്. പോറിങ് മോക്ടെയിൽ ഓൺ ടോപ്പ് ഓഫ് മൈ റാഗ് ഐ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ലീവ്. പക്ഷേ ഫ്രഞ്ച് ഗ്രാമർ അവളേക്കാൾ നന്നായി സംസാരിക്കാൻ എനിക്ക് കഴിയും. കോപം അടക്കിക്കൊണ്ട് ഓതർ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി. അവർ പറയാണ്, നമ്മുടെ ജോബ് ഓഫർ ചെയ്ത ആ ലേഡി ഒരു ഫ്രഞ്ചുകാരിയായിരുന്നു. അപ്പോൾ അവർ പറയാണ്, എൻ്റെ മകളുടെ എഡ്യൂക്കേഷൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെപ്പോലുള്ള ഒരാളല്ല എനിക്ക് വേണ്ടത്. ജസ്റ്റ് ബിക്കോസ് ആ ഓതർ ഒരു ബ്ലാക്ക് ലേഡി ആയതുകൊണ്ട് മാത്രം അവർക്ക് ഈ ജോബ് കൊടുക്കില്ലെന്നാണ് കാഷ്യർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓതറിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പോൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഹർ വിത്ത് ദിസ് പാർട്ടിംഗ് ഷോട്ട് ഗുഡ് ബൈ മാഡം. പോകുന്നതിന് മുമ്പ് നെരേറ്റർ ഇങ്ങനെ പറഞ്ഞു, ഗുഡ് ബൈ മാഡം. ഇഫ് യു ഹാഡ് വാട്ട് ഐ ഹാവ് ബിറ്റ്വീൻ മൈ ഇയേഴ്സ്. എൻ്റെ തലച്ചോറിലുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ യു വുഡിൻ ബി വർക്കിംഗ് ആസ് എ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കാഷ്യറായി ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു. എൻ്റെ അത്രയെങ്കിലും ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കാഷ്യറായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു. കം ബാക്ക് ഷീ ക്രൈസ്. തിരിച്ചു വാ എന്ന് ആ സ്ത്രീ വിളിച്ചു. യു ഹാവിൻ പെയ്ഡ് ഫോർ യുവർ ഡ്രിങ്ക്. നീ നിൻ്റെ ഡ്രിങ്കിൻ്റെ പണം നൽകിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അലറി വിളിക്കുകയാണ്. നോ ഐ സേ റിലി. നെരേറ്റർ പരിഹാസത്തോടെ മറുപടി പറഞ്ഞു. ദ പ്ലഷേഴ്സ് ഓൾ യുവേഴ്സ് മാൻ. തിങ്ക് ഓഫ് ഇറ്റ് എസ്
ട്രാവൽ എക്സ്പെൻസ്, ഇത് യാത്ര ചിലവായി കരുതിക്കോളൂ. ഞാൻ കുടിച്ച മോക്ടെയിലിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ട്രാവൽ എക്സ്പെൻസായി കരുതി നിങ്ങൾ തന്നെ ക്യാഷ് അടയ്ക്കണം എന്ന് പറയാണ്. ബീയിങ് എ കാഷ്യർ യു വിൽ നോ ദാറ്റ് എവറിത്തിങ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ, ഇവൻ ദ സർവീസസ് ഓഫ് കളേർഡ് ആസ് യു കോളേഴ്സ്. കാഷ്യറായി നിങ്ങൾക്ക് എല്ലാറ്റിനും പണം നൽകേണ്ടതുണ്ടെന്ന് അറിയാമല്ലോ. നിങ്ങൾ കളേഴ്സ് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സേവനങ്ങൾക്ക് പോലും. ഐ ഹാഡ് ദ കാഷ്യർ യെൽ. നെറേറ്റർ പിന്നിൽ നിന്നും കാഷ്യർ സ്ത്രീ വിളിച്ചു പറയുന്നത് കേട്ടു. ഗോ ബാക്ക് ടു യുവർ ജംഗിൾ. മൈ മദർ ഇൻ ലോ ഹാഡ് ഷൗട്ടഡ് എക്സാക്ട്ലി ദ സെയിം ഫ്രേസ് അറ്റ് മീ. അപ്പോൾ നമ്മളുടെ ആഫ്രിക്കൻ ലേഡി കാഷ്യറിനോട് നിങ്ങൾ തന്നെ എൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം, എൻ്റെ ട്രാവൽ എക്സ്പെൻസായി കണ്ടുകൊണ്ട് ആ മോക്ടെയിലിൻ്റെ ക്യാഷ് നിങ്ങൾ തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ കാഷ്യർ ഉറക്കെ വിളിച്ച് പറയാണ്, നീ നിൻ്റെ ജംഗിളിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന്. അപ്പോൾ ഓദറിന് എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ മദർ ഇൻ ലോ, തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായിട്ടുള്ള ആളും ഇതേ വാചകം തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതേ സെൻറ്റൻസ്, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ എന്ന്. യു ഷുഡ് കം വിത്ത് മീ ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ. അപ്പോൾ ഓദർ പറയാണ്, നീ തീർച്ചയായും എന്നോടൊപ്പം വരണം, നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് എയർ ആണ് അവിടെ ഉള്ളത്, നിൻ്റെ പോലെ അല്ല എന്ന് പറയാണ്. ഇറ്റ്സ് റീവൈറ്റലൈസിങ്, അതിലൂടെ ആരോഗ്യവും ഉന്മേഷവും ലഭിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് വുഡ് സേവ് യു എ ഫേസ് ലിഫ്റ്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നെറേറ്റർ ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. കാഷ്യർ പറയാണ്, നീ നിൻ്റെ ജംഗിളിലേക്ക് തിരിച്ചു പോകൂ എന്ന് പറയുമ്പോൾ പറയാണ്, ഇവിടത്തേക്കാളും ഫ്രഷ് എയർ ആണ് അവിടെ, നീ എന്തായാലും എന്നോടൊപ്പം വരണം അങ്ങോട്ട് എന്ന് പറയാണ്. അവിടെ നല്ല ആരോഗ്യവും ഉന്മേഷം ലഭിക്കും നിനക്ക് ആ എയർ കൊണ്ടാലെന്ന് പറയാണ്. സർക്കാസ്റ്റിക് ആയിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഷീ സാറ്റ് ദർ മോട്ടറിങ്. ആ സ്ത്രീ, ആ കാഷ്യർ അവിടെ കോപത്തോടെ ഇരുന്ന് പിറുപിറുത്തു. ഷീ വാസ് സ്കാർലെറ്റ്. കോപം കൊണ്ട് അവളുടെ മുഖം ചുവന്നു പോയി. ഇൻസൈഡ് ഐ താങ്ക്ഡ് ഗോഡ്. നെറേറ്റർ മനസ്സിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. എന്തിനാണ് നന്ദി പറഞ്ഞത്? താങ്ക്ഡ് ഗോഡ് ഫോർ നോട്ട് അഫ്ലിക്റ്റിംഗ് മീ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ മാർക്ക് ഓഫ് എംബ്രാസ്മെൻറ്റ് ഓർ ആങ്കർ. കോപമോ ലജ്ജയോ വന്നാൽ മുഖം ചുവക്കുന്നതെന്ന അവസ്ഥ തനിക്ക് ഇല്ലാത്തതിനാൽ ഓദർ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. മൈ സ്കിൻ അറ്റ്ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. കുറഞ്ഞത് എൻ്റെ സ്കിൻ എപ്പോഴും അതിൻ്റെ ഡിഗ്നിറ്റി നിലനിർത്തുന്നു. ഇവിടെ നിറേറ്റർ തൻ്റെ കറുത്ത നിറത്തെ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഗുഡ് റിഡൻസ് മാഡം. മാഡം നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി. ആ സ്ത്രീയിൽ നിന്ന് മാറി നിന്നതിൽ നെറേറ്റർ ഭയങ്കര സന്തോഷിക്കുകയാണ്. ദാറ്റ് ഈവനിങ് ഐ കോൾഡ് എ ഫ്രണ്ട് ഫ്രം കോളേജ്. ആ വൈകുന്നേരം തൻ്റെ കോളേജിലെ ഫ്രണ്ടായിട്ടുള്ള ഒരു കുട്ടിയെ വിളിക്കുകയാണ്. എ റിയൽ വൈറ്റ് ഗേൾ. അവളൊരു വെളുത്ത നിറത്തിലുള്ള ആളായിരുന്നു. ഷീ വാസ് ലുക്കിംഗ് ഫോർ സം പാർട്ട് ടൈം വർക്ക് വൈൽ ഷീ ഡിഡ് ഹെർ ഡിഗ്രി. അവൾ പാർട്ട് ടൈമായി ജോലി അന്വേഷിക്കുകയായിരുന്നു. ഡിഗ്രി പഠനത്തിനോടൊപ്പം ജോലി ചെയ്യാനായിരുന്നു അവളുടെ ആഗ്രഹം. ഐ ഗേവ് ഹെർ ദ കാഷ്യർസ് നമ്പർ. നെറേറ്റർ കാഷ്യർ സ്ത്രീയുടെ നമ്പർ സുഹൃത്തിന് നൽകി. ദ നെക്സ്റ്റ് ഈവനിങ് ഹെർ ഹാപ്പി വോയിസ് റാങ് ഔട്ട് ഓഫ് മൈ ആൻസറിങ് മെഷീൻ. അടുത്ത ദിവസം വൈകുന്നേരം നെറേറ്ററുടെ ആൻസറിങ് മെഷീനിൽ സുഹൃത്തിൻ്റെ സന്തോഷമുള്ള ശബ്ദം കേട്ടു. താങ്ക്സ് ഫോർ ദ ടിപ്പ്. ആ വിവരത്തിന് നന്ദി. ഐ സ്റ്റാർട്ടഡ് വർക്ക് ഫോർ ദ ലേഡി ദിസ് മോർണിംഗ്, ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഷീ ഹാസ് എ നെയ്ബർ ഹൂ ഈസ് ലുക്കിംഗ് ഫോർ എ ക്ലീനർ. ഇന്ന് രാവിലെ മുതൽ ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ജോലി തുടങ്ങി. പക്ഷെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവളുടെ അയൽവാസിക്ക് ഒരു ക്ലീനറിനെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഈ കഥയുടെ എൻഡിങ്ങിൽ നെറേറ്ററിന് ഉയർന്ന വിദ്യാഭ്യാസവും ഫ്രഞ്ച് ലാംഗ്വേജിൽ നല്ല അറിവും ഉണ്ടായിട്ടും ട്യൂട്ടർ ജോബ് ലഭിച്ചില്ല. പക്ഷേ വൈറ്റ് ഗേൾ ആയ സുഹൃത്തിന് ആ ജോലി എളുപ്പത്തിൽ ലഭിച്ചു. അവസാനം നെറേറ്ററിന് ലഭിക്കുന്നത് ക്ലീനറിൻ്റെ ജോലിയാണ്. ഇതിലൂടെ സൊസൈറ്റി സ്കിൻ കളർ അടിസ്ഥാനമാക്കിയ ആളുകളെ വിലയിരുത്തുന്നതും റേസിസം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും ഓദർ ശക്തമായി കാണിക്കുന്നു. ഈ പാഠഭാഗം നമ്മെ ഈക്വാലിറ്റി, ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി എന്നീ മൂല്യങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരേ മാന്യമായ പരിഗണന ലഭിക്കണം എന്ന ശക്തമായ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.